കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്ന് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നിന്നും 3-ാം അധ്യായം 33 മുതൽ 42 വരെയുള്ള വാക്യങ്ങളാണ്. രാജകീയ സിംഹാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുന്ന അങ്ങ് വാഴ്ത്തപ്പെട്ടവനാണ്. അങ്ങെന്നും പുകഴ്ത്തപ്പെടുകയും അത്യധികം ഉന്നതനായിരിക്കുകയും ചെയ്യട്ടെ. ആകാശധനത്തിൽ അങ്ങ് വാഴ്ത്തപ്പെട്ടവനാണ്. അനന്തമായ സ്തുതിക്കും മഹിമയ്ക്കും അർഹനാണ്. കർത്താവിൻ്റെ സൃഷ്ടികളെ അവിടുത്തെ വാഴ്ത്തുവിൻ. അവിടുത്തേക്ക് സ്തുതി പാടുവിൻ. എന്നേക്കും അവിടുത്തെ പാടിപ്പുകഴ്ത്തുവിൻ. കർത്താവിൻ്റെ ദൂതന്മാരെ അവിടുത്തെ വാഴ്ത്തുവിൻ. എന്നേക്കും അവിടുത്തെ പാടിപ്പുകഴ്ത്തുവിൻ. ആകാശത്തിനു മുകളിലുള്ള ജലസഞ്ചയമേ, കർത്താവിനെ വാഴ്ത്തുവിൻ. എന്നേക്കും അവിടുത്തെ പാടിപ്പുകഴ്ത്തുവിൻ. ആധിപത്യങ്ങളെ കർത്താവിനെ വാഴ്ത്തുവിൻ. എന്നേക്കും അവിടുത്തെ പാടിപ്പുകഴ്ത്തുവിൻ. സൂര്യനും ചന്ദ്രനും കർത്താവിനെ വാഴ്ത്തുവിൻ. എന്നേക്കും അവിടുത്തെ പാടിപ്പുകഴ്ത്തുവിൻ. ആകാശത്തിലെ നക്ഷത്രങ്ങളെ കർത്താവിനെ വാഴ്ത്തുവിൻ. എന്നേക്കും അവിടുത്തെ പാടിപ്പുകഴ്ത്തുവിൻ. മഞ്ഞേ മഴയെ കർത്താവിനെ വാഴ്ത്തുവിൻ. എന്നേക്കും അവിടുത്തെ പാടിപ്പുകഴ്ത്തുവിൻ. ദൈവവചനമാണ് നാം കേട്ടത്. നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. കാരുണ്യവാനും വിശ്വസ്തനുമായ എൻ്റെ സ്വർഗീയ പിതാവേ, അങ്ങയുടെ വചനം കേൾക്കുകയും ധ്യാനിക്കുകയും അങ്ങയെക്കുറിച്ച് ചിന്തിക്കുകയും ജീവിതകാലം മുഴുവൻ അങ്ങേക്കായി ജീവിതം സമർപ്പിക്കുകയും ചെയ്യുന്ന എല്ലാ മക്കളുടെ മേലും അങ്ങയുടെ ശക്തമായ കരം നീട്ടണമേ കർത്താവേ. അപ്പാ പിതാവേ, ഇന്ന് വേദന അനുഭവിക്കുന്ന, പ്രയാസം അനുഭവിക്കുന്ന എല്ലാ മക്കളെയും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. വിശേഷാൽ പ്രാർത്ഥന ചോദിച്ചിട്ടുള്ള എല്ലാവരെയും സമർപ്പിക്കുന്നു കർത്താവേ. രോഗാവസ്ഥയിൽ ഭാരപ്പെടുന്ന മക്കൾ, കടബാധ്യതയാൽ ഭാരപ്പെടുന്ന മക്കൾ, പിതാവേ, ആക്സിഡൻറ്റ് പറ്റി എഴുന്നേക്കാൻ പോലും കഴിവില്ലാതെ കട്ടിലുകളിൽ കിടക്കുന്ന മക്കൾ, അവരെല്ലാം പ്രത്യേകമായി സമർപ്പിക്കുന്നു കർത്താവേ. ഹാർട്ട് അറ്റാക്കായിട്ട് കർത്താവേ ഹോസ്പിറ്റലിൽ കഴിയുന്ന മക്കൾ, പ്രാർത്ഥന പ്രത്യേകം വിളിച്ചു ചോദിച്ച മക്കൾ, അവരെല്ലാം സമർപ്പിക്കുന്നു പിതാവേ. അങ്ങയുടെ വാത്സല്യക്കരം ഓരോ ദൈവമക്കളുടെ ഒപ്പം ഇരിക്കണമേ കർത്താവേ. ദുഷ്ടനെയും ശ്രേഷ്ഠനെയും നീതിമാനെയും എല്ലാം ഒന്നുപോലെ അനുഗ്രഹിക്കുന്ന കർത്താവേ, അങ്ങയുടെ കരങ്ങളിലേക്ക് ഈ ലോകത്തിലുള്ള സമസ്ത ജനത്തെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു അപ്പാ. പ്രത്യേകമായി പ്രാർത്ഥന ആവശ്യമുള്ള എല്ലാവരെയും സമർപ്പിക്കുന്നു കർത്താവേ. ഞങ്ങളോട് അങ്ങ് പ്രാർത്ഥിക്കുവാൻ മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. പ്രവൃത്തി മൊത്തം അങ്ങയുടെ കരങ്ങളിലാണ്. ആയതിനാൽ കർത്താവേ, സ്വർഗവും സ്വർഗാദി സ്വർഗവും തുറന്നു അനുഗ്രഹം വർഷിക്കണമേ പിതാവേ. ഒരു വീൺ പോലും നശിച്ചു പോകുന്ന അങ്ങയ്ക്ക് ഇഷ്ടമല്ലല്ലോ, അത് അങ്ങയുടെ മക്കൾക്കും ഇഷ്ടമല്ല. അതുകൊണ്ട് ഞങ്ങളെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു പിതാവ്. അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. അവരെ എല്ലാം തൊട്ട് അവർക്ക് ആവശ്യമുള്ള എല്ലാ കൃപകളും കൊടുത്ത് അവരെ എല്ലാം നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പിതാവായ ദൈവമേ. ഈ വചനം കേൾക്കുന്ന മക്കളെ പ്രത്യേകമായി അങ്ങയുടെ തൃക്കരങ്ങളിൽ സമർപ്പിക്കുകയാണ്. അവരെ എല്ലാം വിശുദ്ധീകരിക്കണമേ പിതാവെ. ഓരോ വ്യക്തി ജീവിതങ്ങളും എന്നെ വിളിച്ചു പറയുന്നുണ്ട്, ഈ പ്രാർത്ഥന അവർക്ക് ബലപ്പെടുന്നെന്ന്. കർത്താവെ, അവരെ എല്ലാം അനുഗ്രഹിക്കണമേ, വിശുദ്ധീകരിക്കണമേ.
പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ കരുണയും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകവും ഈ വചനം കേൾക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്ന എല്ലാ മക്കളുടെ കൂടെ ഇരിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര എന്നേക്കും ആമേൻ. കർത്താവ് നിങ്ങളെല്ലാം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. അനുഗ്രഹം കൊണ്ട് നിങ്ങളെല്ലാം നിറയ്ക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ അനുഗ്രഹത്തിനായി നിങ്ങളെല്ലാവരും ശിരസ് നമിച്ച് കർത്താവിനോടൊപ്പം ചേർന്നിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവം നിങ്ങളെല്ലാം ആശീർവദിച്ച് അനുഗ്രഹിക്കും. നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ നന്മകളും കൊണ്ട് നിറയ്ക്കും. പ്രൈസ് ദി ലോർഡ്. നിങ്ങളെല്ലാവരും എന്നെയും കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കണം. നിങ്ങളുടെ എല്ലാം പ്രാർത്ഥനയിൽ ഞങ്ങളെ ഓർക്കണമേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി.